ഹലോ. ഹലോ കീർത്തി, നിനക്ക് സുഖല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുന്നടി. നിനക്ക് സുഖമാണോ? ആ, ഞാൻ നന്നായിട്ട് തന്നെ ഇരിക്കുന്നേ. അതവിടെ നിക്കട്ടെ. നീ കഴിഞ്ഞ ആഴ്ച തൊട്ട് എന്താ കോളേജിലോട്ടൊന്നും വരാനത്? ആ, അതിപ്പോ ഞാൻ എന്ത് പറയാനാ, ഞാനൊരു ചെറിയ പ്രോബ്ലത്തിലാ ഉള്ളത്. പ്രോബ്ലമോ? ശരി, നിന്റെ പ്രശ്നം എന്താന്ന് എന്നോട് പറയാൻ പറ്റുമോ? ഹാ, അതൊന്നും എനിക്ക് ഫോണിൽ പറയാൻ പറ്റില്ല. ശരി, ഞാനിപ്പോ നിന്റെ ഏരിയയിലാ ഉള്ളത്. ഞാനിപ്പോ അങ്ങോട്ടേക്ക് വന്നോട്ടെ? എന്റെ ഏരിയയിലാണെന്നോ? ഉം, കറക്റ്റായിട്ട് ഇപ്പൊ എവിടെയാ ഉള്ളത്? ഞാനിവിടെ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് തന്നെയാ ഉള്ളത്. അങ്ങനെയാണോ? അവിടെ എന്തിനാ പോയത്? ഞാനിവിടെ ഞങ്ങൾക്ക് അറിയുന്ന ഒരാൾക്കാരോട് കടം ചോദിക്കാൻ വേണ്ടി വന്നതാ. കടം ചോദിക്കാനോ? എന്തിനാടി കടമൊക്കെ? അത് പിന്നെ ശരി, നീ എന്തായാലും വീട്ടിലോട്ട് വാ. നീ വന്നിട്ട് നേരിട്ട് സംസാരിക്കാം. ആ, ശരി, ഞാനിപ്പോ അങ്ങോട്ടേക്ക് വരാം. എനിക്ക് നിന്റെ വീടിന്റെ അഡ്രസ് അറിയില്ല, ഒന്ന് ലൊക്കേഷൻ അയക്കാൻ പറ്റുമോ? നിന്റെ വാട്സപ്പിലോട്ട് ഞാൻ എന്റെ വീടിന്റെ ലൊക്കേഷൻ അയച്ചു തരാം. നീ ഒരു ഓട്ടോ പിടിച്ചിങ്ങ് വാ. ശരി, ഞാൻ ഇപ്പൊ വരാം. ഉം. ഉം. ഹലോ. ഹലോ, എടാ, നീ വാട്സാപ്പിൽ അയച്ച ലൊക്കേഷനിലേക്ക് ഞാൻ വന്നല്ലോ. ഇതിൽ ഏത് വീടാ? ശരി, അവിടെ ഒരു ഗ്രീൻ കളർ പെയിന്റ് അടിച്ചൊരു വലിയ ബിൽഡിംഗ് ഉണ്ടോ? ആ, ആ, അതെ അതെ, ഞാൻ കണ്ടു. അതാ എന്റെ വീട്. വന്നേക്ക്. ആ, ശരിടി, ഞാൻ ഇപ്പൊ അങ്ങോട്ടേക്ക് എത്താം. ഹായ് കീർത്തി. ഹായ്, അകത്ത് വാ. വാ, അകത്തോട്ട് പോ. ഹേയ്, കുടിക്കാൻ എന്താ വേണ്ടത്? കോഫിയോ ടീയോ? ഇല്ലടാ, എനിക്കിപ്പോ ഒന്നും വേണ്ട. നീ ചായയും കാപ്പിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തരാനും പറ്റില്ല. ഉം. കാരണം എനിക്ക് ടീ ആണെങ്കിലും കോഫി ആണെങ്കിലും ഉണ്ടാക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് നിനക്ക് കുടിക്കാൻ വേണ്ടിട്ട് കൂൾ ഡ്രിങ്ക്സ് എടുത്തോണ്ട് വരാം. ശരി. ദാ കുടിക്കേ. ഉം. ഇപ്പൊ പറയടി, ലാസ്റ്റ് ഒരാഴ്ചയായിട്ട് നീ കോളേജിലോട്ട് എന്താ വരാനത്? എന്ത് പറയാനാ, ലാസ്റ്റ് സെമ്മിലെ കോളേജ് ഫീസ് ഉണ്ടല്ലോ, അത് ഞാൻ ഇനിയും കെട്ടിയിട്ടില്ല. അതുകൊണ്ടാ ഞാനിപ്പോ അറിയുന്ന ആൾക്കാരോടൊക്കെ കടം ചോദിച്ചോണ്ടിരിക്കുന്നത്. നീ ഈ ഏരിയയില് താമസിക്കുന്നതെന്ന് പറഞ്ഞത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അതാ നിന്നെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ച് വന്നത്. ശരി, നീ ആരടുത്തുനിന്നോ കടം വാങ്ങാൻ വേണ്ടിട്ടല്ലേ വന്നത്? നീ അവരെ കണ്ടോ? ആ, ഞാൻ അവരെ കണ്ടു. പക്ഷേ അവര് വീടിന്റെ ആധാരം ഉണ്ടെങ്കിലേ കടം കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. എൻ്റെ കയ്യിലിപ്പോൾ അതില്ല. അതില്ലാതെ പൈസ തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അതില്ലാതെ പണം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആണോ? അപ്പോ കാശിനിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത്? പൈസ അടയ്ക്കാതെ കോളേജിലേക്കൊന്നും എനിക്ക് വരാൻ പറ്റില്ല. അതാ എന്തെങ്കിലും ജോലിക്ക് പോവാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക ഞാൻ. അങ്ങനെയാണോ? ഉം. എനിക്കിപ്പോ നീ എടുത്തു ചാടുവാന്നാ തോന്നുന്നത്. കോളേജ് ഫീസ് അടയ്ക്കാൻ വേണ്ടിട്ട് നീ ആരോടെങ്കിലും ഹെൽപ്പ് ചോദിച്ചാ പോരായിരുന്നോ? ഇല്ല കീർത്തി, എന്നെപ്പോലത്തെ ആളുകൾക്കൊന്നും ആരും ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. ഞാൻ ഡിഗ്രിയൊക്കെ പൂർത്തിയാക്കിയിട്ട് ഒരു നല്ല പൊസിഷനിൽ എത്തണമെന്ന് ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു.
പക്ഷേ ഇപ്പൊ എന്റെ കുടുംബത്തിന്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോ അതൊന്നും ഇനി ഒരിക്കലും നടക്കില്ലാന്ന് തോന്നുന്നു. ദേവി ഇത് നീ അങ്ങനൊന്നും പറയാതെ. നിനക്ക് ഞാനുണ്ട്, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. എന്ത് നീയോ? ഏയ്, നിന്നെ കൊണ്ട് എങ്ങനെയാണ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്? 1000-ന്റെ 2000-ന്റെ കാര്യമാണെങ്കിൽ നിനക്ക് ചിലപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ 1,00,000 രൂപയ്ക്ക് എങ്ങനെയാ നിനക്ക് എന്നെ കൊടുത്താൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്? ഹേയ്, അതൊന്നും ഒരു പ്രശ്നമേ അല്ലടി. ഞാൻ അച്ഛനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. ഞാൻ നിന്നെക്കുറിച്ച് അച്ഛനോട് പറഞ്ഞാ അച്ഛൻ ഉറപ്പായിട്ട് നിന്നെ ഹെൽപ്പ് ചെയ്യും. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ശരി, ഒരു മിനിറ്റ് ഇരിക്കേ. ഹലോ അച്ഛാ. ആ, എന്താ മോളെ? എവിടാ അച്ഛാ ഇപ്പോ? ഞാനിപ്പോ ഓഫീസിലാണ് മോളെ. അച്ഛാ, ആ, വീട്ടിലോട്ട് എപ്പോഴാ വരുന്നത്? ഇന്ന് ഓഫീസിൽ ഒരുപാട് ജോലിയുണ്ട് മോളെ. വരാൻ കുറച്ച് ലേറ്റ് ആകും. എന്താ കാര്യം മോളെ? നമ്മുടെ വീട്ടില് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. അച്ഛൻ വേഗം വരുവാണെങ്കിൽ ഇവളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് വിചാരിച്ച്. അത് ശരി. എനിക്കറിയാത്ത ഗസ്റ്റ് ആരാ മോളെ? അതാരാണെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. ഇപ്പൊ അതെന്തായാലും സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ. അത് കൊള്ളാലോ. ഞാനിപ്പോ ഒരു പ്രധാനപ്പെട്ട ബിസിനസ് മീറ്റിംഗിലാണ് മോളെ. ഇന്ന് വീട്ടിൽ വരാൻ എന്തായാലും രാത്രി ഒരു 9-10 ആകും. ഉഹും. മോൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. മോൾ ഓൺലൈനിൽ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങിക്കോ. ഓക്കെ? ശരി അച്ഛാ. എന്ത് പറ്റി കീർത്തി? അച്ഛന്റെ അടുത്ത് നിന്നെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാന്നാ വിചാരിച്ചേ. പക്ഷെ ഇപ്പോ ബിസിനസ് മീറ്റിംഗിൽ അച്ഛൻ ബിസി ആണെന്നാ തോന്നുന്നത്. വീട്ടിലെത്താൻ വേണ്ടിട്ട് കുറച്ച് ലേറ്റ് ആവുമെന്നാ പറഞ്ഞത്. നീ വിഷമിക്കണ്ട. ഞാൻ അച്ഛനോട് സംസാരിച്ച് ഉറപ്പായിട്ടും നിന്നെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? താങ്ക്സ് കീർത്തി. ശരിയടി, നീ വിഷമിക്കാതെ പഠിക്കുന്ന കാര്യം മാത്രം ഓർക്ക്. ഫീസിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഓക്കെ? ശരി. അച്ഛാ, വാ അച്ഛാ. ആ, എന്താ അച്ഛാ, അച്ഛൻ നൈറ്റ് വരാനായിട്ട് ലേറ്റ് ആവുന്നല്ലേ പറഞ്ഞത്? പക്ഷേ ഇത്ര വേഗം വന്നിക്കുന്നു. ആ, അതെ മോളെ. ബിസിനസ് മീറ്റിംഗ് ഒരുപാട് ലേറ്റ് ആവുന്ന കരുതിയിരുന്നത്. പക്ഷേ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ട 2 പേര് ഇന്ന് വന്നില്ല മോളെ. അതുകൊണ്ട് മീറ്റിംഗ് മാറ്റി വെച്ചു. അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് വരാൻ പറ്റിയത്. ആണോ? ശരി അച്ഛാ, വാ. അല്ല, ഗസ്റ്റ് ആരോ വന്നെന്ന് പറഞ്ഞു കേട്ടു. ആളുടെ? അവൾ അപ്പൊ തന്നെ പോയായിരുന്നു അച്ഛാ. അതെന്താ? ആരായിരുന്നു അത്? അതെന്റെ ഫ്രണ്ടായിരുന്നു അച്ഛാ, പേര് കനക. അവളെ അച്ഛൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നാ വിചാരിച്ചത്. പക്ഷേ അച്ഛൻ നൈറ്റ് എത്താൻ വേണ്ടിട്ട് ലേറ്റ് ആവുമെന്ന് പറഞ്ഞോണ്ട് അവള് വീട്ടിലോട്ട് തിരിച്ചു പോയി. ശരി ശരി. നാളെ എന്തായാലും ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാവും. നാളെ ആ കുട്ടിയുടെ വീട്ടിലോട്ട് വരാൻ പറ. ശരി അച്ഛാ. മോളെ കീർത്തി, എഴുന്നേക്ക് മോളെ. കീർത്തി. ഉം. 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 ഇന്ന് ചായ കുടിക്കും മോളെ. ഉം. അച്ഛാ, ആ, അച്ഛനെ കൊണ്ട് എനിക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? എന്താ ചെയ്യേണ്ടത് മോളെ? എനിക്ക് അർജന്റായിട്ട് ഒരു 1,00,000 രൂപ വേണമായിരുന്നു. 1,00,000 രൂപ എന്തിനാ മോളെ? അച്ഛാ, എന്റെ ഫ്രണ്ട് കനക കോളേജിൽ നന്നായിട്ട് പഠിക്കുന്ന കൊച്ചാ. പക്ഷെ അവളുടെ കോളേജ് ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുക.
അതാ ഇന്നലെ എന്റെ അടുത്ത് വന്ന് എന്നെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോന്ന് ചോദിച്ച്. അച്ഛനെ കൊണ്ട് അവളുടെ കോളേജ് ഫീസ് 1,00,000 രൂപ അടച്ച് അവളുടെ പഠിത്തത്തിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അച്ഛാ? എന്താ മോളെ ഇത്? ഒരു 10,000-ഓ 20,000 കൊടുത്ത് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല. പെട്ടെന്ന് ഇങ്ങനെ 1,00,000 രൂപ എന്നൊക്കെ പറയുമ്പോ എന്താ ചെയ്യുക? ഒരുപാട് കഷ്ടപ്പെടും അച്ഛാ. അവളെ സഹായിക്കാൻ വേണ്ടിട്ട് ആരുമില്ല. അച്ഛൻ ഉറപ്പായിട്ട് അവളെ സഹായിക്കുമെന്ന് പറഞ്ഞിട്ടാ ഞാൻ അവളെ അയച്ചത്. അവളും ആ വിശ്വാസത്തോടെയാ അവളുടെ വീട്ടിലോട്ട് പോയത് തന്നെ. നന്നായിട്ട് പഠിക്കുന്ന കൊച്ചാ. എങ്ങനെങ്കിലും അവളെ ഒന്ന് ഹെൽപ്പ് ചെയ്യ അച്ഛാ. എന്റെ കോളേജിൽ തന്നെ അവളാ ടോപ്പർ. അച്ഛൻ അവളെ ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ അവളുടെ കുടുംബത്തിനും അവക്കും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അച്ഛാ. അങ്ങനെയാണോ? അതെ അച്ഛാ. എന്ത് പറ്റി അച്ഛാ? എന്താ ഇത്രയ്ക്ക് ആലോചിക്കുന്നെ? അച്ഛാ, അവളെ എങ്ങനെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യ അച്ഛാ. അവള് ഭയങ്കര പാവമാ. ശരിയാ, കുട്ടിയോട് വരാൻ പറ. താങ്ക്സ് ഡാഡി. അതിന്റെ ആവശ്യമില്ല മോളെ. കീർത്തി, കീർത്തി, കീർത്തി. ഹേയ്, നിനക്ക് വേണ്ടിട്ടാ വെയിറ്റ് ചെയ്യുന്നത്. വാ. എന്താ കാര്യം? അപ്പം നീ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ, എന്തു പറ്റി? നീ ആദ്യം അകത്തോട്ട് വന്നിട്ട് ഞാൻ ഉം, പറയാം. ശരി. ഇരിക്കെ. ഉം, ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാനിപ്പോ വരാം. ഉം. ഡാഡി, ഉം, ഉം. ഡാഡി. എന്താ മോളെ? എന്റെ ഫ്രണ്ട് കനക വന്നിട്ടുണ്ട് ഡാഡി. ആ, ആ, ശരി, കുറച്ച് ഇരിക്കാൻ പറ, ഞാൻ വരാം. ആ ശരി ഡാഡി. ആ. കനക, എന്റെ അച്ഛൻ 2 മിനിറ്റിനുള്ളിൽ വരും. ശരി. എന്താ മോളെ, ആ, സുഖല്ലേ? നമസ്കാരം ആ, അങ്കിൾ. ഇരിക്കെ. ഉം. എന്തൊക്കെയുണ്ട് മോളെ? കോളേജ് സ്റ്റഡീസ് ഒക്കെ എങ്ങനെ പോകുന്നു? ആ, നന്നായിട്ട് പോകുന്നുണ്ടെങ്കിലേ. മോളെ പറ്റി എന്റെ മോള് നന്നായിട്ടൊക്കെ പറഞ്ഞു. എന്റെ മോള് പറഞ്ഞതുകൊണ്ട് നിനക്ക് അടയ്ക്കേണ്ട ഫീസ് മുഴുവൻ ഞാൻ അടച്ചോളാം. അയ്യോ, ഒരുപാട് നന്ദി അങ്കിൾ. ശരി മോളിരിക്കെ. താങ്ക്സ് കീർത്തി. കുഴപ്പമില്ലടി. ഇന്ന മോളെ വാങ്ങിച്ചു. ഒരുപാട് നന്ദിയുണ്ട് അങ്കിളെ. സാരമില്ല മോളെ. ആ, എഴുന്നേക്ക് മോളെ. നന്നായിട്ട് പഠിക്കണം കേട്ടോ. കീർത്തി, ഞാൻ ഒരിക്കലും ഈ ഉപകാരം മറക്കില്ല. അതൊന്നും കുഴപ്പമില്ലടി. ഹലോ. ഹലോ ഹലോ, ആരാത്? അങ്കിൾ, ഞാൻ കനകയെ സംസാരിക്കുന്ന അങ്കിളെ. ആ, കനകയോ? പറ മോളെ. ഞാൻ ഇപ്പഴാ എന്റെ കോളേജ് ഫീസ് അടച്ചത് അങ്കിളെ. ആ കാര്യം അങ്കിളിനോട് പറയാൻ വേണ്ടിട്ടാ ഞാൻ ഇപ്പൊ നിങ്ങളെ കോൾ ചെയ്തത്. അത് ശരി, ഓക്കെ, സന്തോഷം മോളെ. പിന്നെ മോൾക്ക് ഇനിയും ഇതുപോലെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുകയാണെങ്കിൽ എന്നോട് ചോദിച്ചു കേട്ടല്ലോ. ആ ശരി അങ്കിളെ. ആ, പിന്നെ മോളെ, മോൾക്ക് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ? അയ്യോ, ഇനിയൊന്നും വേണ്ട അങ്കിളെ. നിങ്ങൾ ഇപ്പൊ എനിക്ക് ചെയ്യുന്ന ഉപകാരത്തിന് തന്നെ ഞാൻ എന്താ തിരിച്ചു ചെയ്യേണ്ടെന്ന് എനിക്ക് അറിയില്ല അങ്കിളെ. അത് സാരമില്ല മോളെ. ഞാൻ വീണ്ടും പറയുകയാണ്, മോൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മടിക്കാതെ എന്നോട് ചോദിച്ചു. അതെന്തായാലും ഞാൻ ചെയ്തുതരാം കേട്ടല്ലോ. ഓക്കെ, താങ്ക്സ് അങ്കിൾ. ഓക്കെ മോളെ.
ഹലോ. എന്താടി? അല്ല, നിനക്ക് എന്താ പറ്റിയത്? ഇപ്പോഴൊന്നും കോൾ ചെയ്യുന്നതുമില്ല, വീട്ടിലോട്ടും വരുന്നില്ല. ശരി, ഫ്രീ ആണെങ്കിൽ ഇന്ന് വീട്ടിലോട്ട് വരുന്നോ? ആ, അത് വേണ്ട, നമുക്ക് പുറത്തെവിടുന്നെങ്കിലും കണ്ടാലോ? പുറത്തോ? എന്താടി, വീടുള്ളപ്പോ എന്തിനാടി പുറത്തു വെച്ച് കാണേണ്ടത്? ഇല്ല, അത് വേണ്ട. നിന്നോട് ഞാൻ എങ്ങനെയാ പറയേണ്ടത്? ഞാൻ ഇനി മുതൽ നിന്റെ വീട്ടിലേക്ക് വരാതിരിക്കുന്നത് നല്ലത്. എന്താടി നിനക്ക് പറ്റിയേ? എന്റെ വീട്ടിലോട്ട് വരാൻ നിനക്ക് എന്താ പ്രശ്നം? ഒരു പ്രശ്നവും ഞാൻ വെറുതെ പറഞ്ഞതാ. അല്ല, എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്താന്ന് പറ. ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ, വിട്ടേക്ക്. ഏയ്, നീ ഇപ്പൊ പറയുന്നുണ്ടോ ഇല്ലയോ? അത് പിന്നെ നിന്റെ അച്ഛൻ എന്റെ അടുത്ത് വളരെ മോശമായിട്ടാ സംസാരിക്കുന്നത്. അതുകൊണ്ടാ ഞാൻ വീണ്ടും നിന്റെ വീട്ടിലേക്ക് വന്നാ നിന്റെ അച്ഛൻ എന്നോട് വീണ്ടും മോശമായിട്ട് സംസാരിക്കുമെന്ന് എനിക്ക് ഭയങ്കര പേടിയാവുന്നുണ്ട്. അങ്ങനൊക്കെ പറഞ്ഞോ? നീ പറയുന്നതൊക്കെ സത്യമാണോ? അല്ല, ഇതൊക്കെ എപ്പോഴാ നടന്നത്? നിന്നോട് എന്താ മോശമായിട്ട് സംസാരിച്ചത്? കീർത്തി, കീർത്തി, കീർത്തി. ആ കനകയായിരുന്നു. അകത്തേക്ക് വാ മോളെ. കീർത്തി എവിടെ ഉണ്ടാങ്ങളെ? കീർത്തി ഇപ്പോഴാണ് മോളെ പുറത്തേക്ക് പോയത്. അവൾ തിരിച്ചു വരാൻ എന്തായാലും കുറച്ച് ലേറ്റ് ആകും മോളെ. മോളെന്താ പുറത്തേക്ക് അകത്തേക്ക് വാ. അയ്യോ, കുഴപ്പമില്ല അങ്കിളെ, ഞാൻ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വന്നോളാം. പിന്നെ വരാവുന്നോ? വീട്ടിലേക്ക് വരാൻ എന്താ മടിക്കുന്നത്? കീർത്തി വരുമ്പോ വരട്ടെ, നീ കേറി വാ. ആ ഇരിക്കേ മോൾ ഇരിക്കേ. നിനക്ക് കുടിക്കാനായിട്ട് ഞാൻ തണുത്ത ജ്യൂസ് എന്തെങ്കിലും കൊണ്ടുവരാം. അയ്യോ, എനിക്കിപ്പോ ഒന്നും വേണ്ട അങ്കിളെ. എന്താ മോളെ ഇത്? വീട്ടിലേക്ക് വന്നതല്ലേ, അപ്പൊ കുടിക്കാൻ എന്തെങ്കിലും തന്നില്ലെങ്കിൽ മോശമല്ലേ? മോൾ ഇരിക്കേ. ഇന്ന് മോളെ ജ്യൂസ് കുടിക്കേ. താങ്ക് യു അങ്കിൾ. ശരി, മോളെ കോളേജ് സ്റ്റഡീസ് ഒക്കെ എങ്ങനെ പോകുന്നു? ആ, അതൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് അങ്കിളെ. എനിക്ക് മോളുടെ അടുത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കണമെന്നുണ്ടായിരുന്നു. അതിപ്പോ പറയട്ടെ? ആ, എന്താ കാര്യം അങ്കിളെ? ഞാൻ നിനക്ക് 1,00,000 രൂപ കോളേജ് ഫീസ് അടയ്ക്കാനായിട്ട് തന്നില്ലായിരുന്നു? ആ, അതെ അങ്കിൾ. ഞാൻ നിനക്ക് അത്രയും വലിയ എമൗണ്ട് തന്ന് ഹെൽപ്പ് ചെയ്തതിന് നീ എനിക്കും പകരം എന്തെങ്കിലും തന്നൂടെ? നിങ്ങള് എന്നോട് എന്താ പറയാൻ വരുന്നേന്ന് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല അങ്കിളെ. നീ ഒരു വിഷമഘട്ടത്തിലിരുന്നപ്പോ നിനക്ക് പണം തന്ന് സഹായിച്ചതിന് നിന്നെ കൊണ്ട് കഴിയാൻ പറ്റുന്നത് നീ എനിക്കും തന്നൂടെ? എനിക്കൊന്നും പിടികിട്ടുന്നില്ല അങ്കിളിനിപ്പൊ ഞാൻ എന്ത് തരണമെന്ന് പറയുന്നേ? എന്തെങ്കിലും മനസ്സിലാവുന്ന പോലെ ഒന്ന് പറയാമോ? നീ എന്റെ കൂടെ ഒന്ന് തനിച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ നന്നായിരിക്കും. എന്താ പറഞ്ഞേ? അങ്കിളുടെ മോളുടെ ക്ലോസ് ഫ്രണ്ട് അല്ലേ അങ്കിളെ ഞാൻ? നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല അങ്കിളെ. ഞാൻ നിങ്ങളെ എത്ര നല്ല ആളായിട്ട് കണ്ടെന്നറിയാമോ? ഞാൻ നല്ലവനൊക്കെയാ മോളെ. അതുകൊണ്ടാണ് നീ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോ അത്രയും വലിയ എമൗണ്ട് ഒക്കെ തന്നത്. ഇന്നത്തെ കാലത്താരും അത്രയും വലിയൊരു എമൗണ്ട് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നൽകില്ല മോളെ. അല്ല, നീ ഇങ്ങനെ കൂടുതലൊന്നും ആലോചിക്കണ്ട. കുറച്ചു നേരം എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്താൽ നിനക്കും സന്തോഷമാകും. നീ ഇവിടെ ഇരിക്കും മോളെ, ഇനിയും കുറെ സംസാരിക്കാനുണ്ട്. നിങ്ങൾ എങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അങ്കിളെ. ദയവ് ചെയ്ത് ഇങ്ങനെയൊന്നും എന്നോട് ഇനി മുതൽ പറയരുത് അങ്കിളെ. ഞാനിപ്പം നിന്നോട് പറഞ്ഞ കാര്യം നീ ചെയ്താൽ ആ 1,00,000 രൂപ നീ തിരിച്ചു തരണ്ട. നീ ഒന്ന് നന്നായിട്ട് ആലോചിച്ച് നോക്ക്. നീ ഒന്ന് സമ്മതിച്ചാൽ അത് നിനക്ക് വലിയ ലാഭമാവും. അങ്കിൾ, ഇനി ഒരിക്കലും എന്നോട് ഇങ്ങനെ സംസാരിക്കണ്ട. ഞാൻ പോവാ അങ്കിളെ. നീ എന്താ ഇങ്ങനെ മുഖത്തടിച്ച പോലെ സംസാരിക്കുന്നത്? ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് സമ്മതമല്ലേ? ഞാൻ തന്ന കാശ് എത്രയും പെട്ടെന്ന് തിരിച്ചു തരണം. ഒന്ന് നോക്കാങ്ങളെ, നിങ്ങൾ എനിക്ക് തന്ന പൈസ ഞാൻ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് തിരിച്ചു തന്നോളാം. ദയവ് ചെയ്ത് ഇങ്ങനെയൊന്നും ഒരിക്കലും ഇനി എന്നോട് സംസാരിക്കരുത്. നിങ്ങൾ എൻ്റെ പഠിത്തത്തിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പൈസ കൊടുത്തെന്ന് ഞാൻ വിചാരിച്ചേ. പക്ഷെ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ പണം തന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ആ പണം ഞാൻ വാങ്ങില്ലായിരുന്നു.
ഏയ് അവിടെ നിൽക്കേ കനക. ഏയ് നിൽക്കാൻ. അങ്ങനെയാണോ? എന്റെ അച്ഛൻ അങ്ങനൊക്കെ പറഞ്ഞോ? അതല്ല, നീ എന്താ ഇതൊക്കെ എന്നോട് മുന്നേ തന്നെ പറയാനത്? ഇത് നീ അറിഞ്ഞാ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് തകർന്നു പോന്ന് വിചാരിച്ചിട്ടാ നിന്നോട് പറയാതെ ഞാൻ മറച്ചു വെച്ചേ. ശരി, നീ അവിടുന്ന് പുറപ്പെട്ട് എന്റെ വീട്ടിലോട്ട് വാ, നമുക്ക് സംസാരിക്കാം. ഒന്ന് മനസ്സിലാക്ക്, നമുക്ക് പുറത്ത് എവിടെയെങ്കിലും പോയിരുന്ന് സംസാരിക്കാം. ഇവിടെ നോക്ക്, ഞാൻ പറയുന്നത് കേക്ക്. നീ ഒരു 5 മിനിറ്റിനുള്ളിൽ എന്റെ വീട്ടിലോട്ട് വാ. ഞാൻ വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഇവിടെ നോക്ക്, കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട. ഞാൻ പറയുന്നത് മാത്രം കേട്ടാ മതി. വേഗം വാ. ശ്ശോ. അകത്ത് വാ. വാ. എന്നോട് ക്ഷമിക്കുക കനക. എന്റെ അച്ഛൻ എങ്ങനെയൊക്കെ പറയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അയ്യോ, ഇതിനിപ്പോ നീ എന്ത് ചെയ്യാനാ പാവം? നീ എനിക്ക് ഹെൽപ്പ് ചെയ്യണമെന്നല്ല വിചാരിച്ചേ. ഇങ്ങനെയാവുന്ന നിനക്കറിയില്ലല്ലോ. വാ അച്ഛാ. അച്ഛാ, അച്ഛൻ ഇന്നൊരു സർപ്രൈസ് തരാന്ന് വിചാരിച്ച്. സർപ്രൈസോ? അങ്ങനെ എന്ത് സർപ്രൈസാ മോളെ? അകത്ത് വാ അച്ഛാ, അപ്പൊ മനസ്സിലാവും. ഇവിടെ ഇരിക്ക അച്ഛാ, ഞാൻ അകത്ത് പോയിട്ട് വരാം. ശരി മോളെ. എന്തായിരിക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ഓ കനക, നീയായിരുന്നോ സർപ്രൈസ്? എന്താ മോളെ, കനക വന്നതിൽ എന്താ ഇത്ര സർപ്രൈസ്? അതൊക്കെ ഉണ്ട് ഡാഡി. അച്ഛൻ കനകയുടെ അടുത്ത് എന്താ സംസാരിച്ചത്? ഞാനോ? ഞാൻ കനകയുടെ അടുത്ത് തെറ്റായിട്ടൊന്നും സംസാരിച്ചില്ലല്ലോ. ഇവളെപ്പോഴെങ്കിലും ഫോൺ ചെയ്യുമ്പോ ഞാൻ അറ്റൻഡ് ചെയ്ത് സംസാരിക്കും. സ്റ്റഡീസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കും, അത്രേ ഉള്ളൂ. അഭിനയിക്കില്ലേ ഡാഡി? നടന്ന കാര്യങ്ങളെല്ലാം കനക എന്നോട് പറഞ്ഞു ഡാഡി. എന്താ അച്ഛാ ഇത്? ഞാൻ അച്ഛന്റെ മോളല്ലേ? അപ്പൊ എന്റെ കൂടെ പഠിക്കുന്ന എല്ലാ ഫ്രണ്ട്സും അച്ഛന്റെ മോളെ പോലെ തന്നെയല്ലേ? പക്ഷേ അച്ഛൻ ഇവളെ മോശമായിട്ടുള്ള രീതിയിൽ കണ്ടത് തെറ്റായിപ്പോയി. അയ്യോ, അങ്ങനെയൊന്നും ഇല്ല മോളെ. ഇവിടെ നോക്കച്ചാ, അച്ഛൻ ശരിക്കും ഒരു നല്ല ആളാ. പക്ഷേ ഇവളുടെ കാര്യത്തിൽ എന്താ അച്ഛൻ ഇങ്ങനെ ആയിപ്പോയത്? കനക എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞപ്പോ ഞാനത് വിശ്വസിച്ചതേയില്ല. പക്ഷേ ഇവള് വീട്ടിലോട്ട് വരത്തില്ലെന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിന് എന്തോ പോലെ. അച്ഛൻ ഇങ്ങനെയൊക്കെ അവളോട് സംസാരിച്ചെന്നറിഞ്ഞതിന് ശേഷം എന്റെ മനസ്സ് ശരിക്കും പൊട്ടിപ്പോയി. സോറി മോളെ, നീ എന്നോട് ക്ഷമിക്ക്. ഏതോ ഒരു മാനസികാവസ്ഥയിൽ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാ. കനക ശരിക്കും നല്ല കുട്ടി അച്ഛാ. അച്ഛൻ ഇങ്ങനെയൊക്കെ പെരുമാറിയന് കനകയായണ്ട ഒന്നും ചെയ്യാനത്. ഒരു പക്ഷെ ഇത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ കാര്യം എന്റെ കോളേജിൽ അറിഞ്ഞ് ഞാൻ നാണം കെടേണ്ട അവസ്ഥ വന്നേനെ. പക്ഷേ കനക ശരിക്കും ഗ്രേറ്റ് ആണ് ഡാഡി. സത്യം പറയുവാണെങ്കിൽ കനകയുടെ മനസ്സ് ഒരുപാട് വലുതാ ഡാഡി. ഈ കാര്യം അവളായിട്ട് പോലും അല്ല പറഞ്ഞത്. ഇന്ന് ഞാൻ അവളെ ഫോൺ വിളിച്ചപ്പോഴേ ഇതൊക്കെ അറിഞ്ഞത്. ഇത്രയും നല്ല മനസ്സുള്ള ഒരു പെൺകൊച്ചിന്റെ അടുത്ത് അച്ഛനെ കൊണ്ട് എങ്ങനെയൊക്കെയാ ഇത്രയും മോശമായിട്ട് പെരുമാറാൻ പറ്റിയത്? സോറി മോളെ, നീ എന്നോട് ക്ഷമിക്ക്. അന്ന് അറിയാതെ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. ശരി ഡാഡി, ഞാൻ ഡാഡിയെ വിശ്വസിക്കുവാ. ഇനി മുതൽ കനകയും അച്ഛനൊരു മോളെ പോലെയാ, കേട്ടല്ലോ? ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള തെറ്റ് നടക്കാനേ പാടില്ല. ഉറപ്പായി മോളെ, നീ പറഞ്ഞതെല്ലാം ശരിയാ. ഇനി കനകയും നിന്നെ പോലെ തന്നെ എനിക്ക്. സോറി കനക, അന്ന് ഞാൻ നിന്റെ അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞത് വളരെ തെറ്റാണ്. നീ എന്നോട് ക്ഷമിക്കും മോളെ. പഠിക്കാനുള്ള സഹായം ചെയ്ത് അതൊരു കാരണമാക്കി എടുത്ത് നിന്നോട് അങ്ങനെ പെരുമാറിയത് വളരെ വലിയ തെറ്റാണ് മോളെ. എന്നോട് ക്ഷമിക്കേ പ്ലീസ്. കുഴപ്പമില്ല അങ്കിൾ, നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. എനിക്ക് അത് തന്നെ ധാരാളം. അതല്ല മോളെ, ഞാൻ വലിയ തെറ്റാ ചെയ്തത്. ശരിക്കും നിന്റെ മനസ്സ് എന്തുമാത്രം വലുതാണെന്ന്
നീ തെളിയിച്ചു മോളെ. എൻ്റെ മകള് പറഞ്ഞതുപോലെ ഇനി എനിക്ക് ഒരു മകളല്ല, നീയും എൻ്റെ മകള് തന്നെയാ. ഇനി നിനക്ക് എന്ത് സംഭവിച്ചാലും ഞങ്ങൾ കൂടെ ഉണ്ടാകും.